ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ചന്ദ്രിക വന്നിട്ട് പറയുന്നുണ്ട്, ആകാശിന് നിങ്ങളെ മകളെ കല്യാണം കഴിച്ചാലും മനസ്സ് നിറയെ ആരതിയാണ് ഉണ്ടാവുക. അപ്പോൾ പിന്നെ എന്തിനാണ് നിങ്ങളൊരു ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ മകളെയും അതുപോലെ ആകാശിനെയും വേദനിപ്പിക്കുന്നത് എന്ന്. അപ്പോൾ ആ പെൺകുട്ടിയുടെ അച്ഛൻ ആകാശിൻ്റെ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ മകൻ മുഴുവൻ മനസ്സോടെയും സമ്മതത്തോടെയാണ് എൻ്റെ മകളെ കല്യാണം കഴിക്കാൻ പോകുന്നതെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്. എന്നിട്ടിപ്പോൾ ഈ കുട്ടികൾ വന്നിട്ട് പറയുന്നു ആകാശിന് ആ കുട്ടിയാണ് ഇഷ്ടമെന്ന്. എന്താ സത്യം പറ. അപ്പോൾ ആദ്യം ആകാശിൻ്റെ അച്ഛൻ തലതാഴ്ത്തി നിൽക്കുകയാണ്. പറ എന്ന് പറയുന്ന സമയത്ത് അയാൾ പറയുന്നുണ്ട്, അയ്യോ ഇവർ പറയുന്നതൊക്കെ കള്ളമാണ്. അത് കേട്ട് ആരതിയും ചന്ദ്രിക ഒരുപോലെ ഞെട്ടി നിൽക്കുകയാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, എൻ്റെ മകന് ആരതിയെ കല്യാണം കഴിക്കാൻ ഒരു തരി പോലും താല്പര്യമില്ല. ആരതിയും ചന്ദ്രികയും സിദ്ധാർത്ഥമൊക്കെ ഞെട്ടി നിൽക്കുകയാണ്. ആകാശാണെങ്കിൽ മറുത്ത അച്ഛനെതിരെ ഒരു അക്ഷരം പോലും മിണ്ടുന്ന പോലും ഇല്ല. അപ്പോൾ അയാളാണെങ്കിൽ പെണ്ണിൻ്റെ അച്ഛനോട് പറയുന്നുണ്ട്, നിങ്ങളുടെ മകളെ കല്യാണം കഴിക്കാനാണ് ആകാശിന് താല്പര്യം. അതിനുശേഷം അയാൾ പൂജാരിയോട് പറയാണ്, സ്വാമി മുഹൂർത്ത നേരം കഴിയുന്നതിന് മുമ്പ് മന്ത്രം ചൊല്ലിയിട്ട് താലി എടുത്ത് ആകാശിൻ്റെ കയ്യിൽ കൊടുക്ക്. പക്ഷേ അയാൾ ചന്ദ്രികയും ആരതിയൊക്കെ നോക്കുകയാണ്. ആരതി കരഞ്ഞുകൊണ്ട് തലയാട്ടുന്നുണ്ട്, പാടില്ല എന്നുള്ള അർത്ഥത്തിൽ. അവൾ നിസ്സഹായാവസ്ഥയോടെ ചന്ദ്രികയെ നോക്കുവാണ്. അപ്പോൾ ആകാശിൻ്റെ അച്ഛൻ പൂജാരിയോട് ചോദിക്കുകയാണ്, എന്താ സ്വാമി നോക്കുന്നത്? താലി എടുത്ത് എൻ്റെ മകൻ്റെ കയ്യിൽ കൊടുക്ക്, പെട്ടെന്ന്, സമയം കളയല്ലേ. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, ഒരു നിമിഷം നിൽക്ക്. ആകാശിന് ഈ കല്യാണത്തിന് താല്പര്യമുണ്ടോ എന്ന് അയാളോട് തന്നെ ചോദിച്ചു നോക്ക്. ആകാശ് ഭയത്തോടെ ചന്ദ്രികയെ നോക്കുവാണ്. കാരണം അവന് ഒന്നും സംസാരിക്കാനുള്ള ആ ഒരു ഗട്ട്സ് ഇല്ലായിരുന്നു. അപ്പോൾ അവൻ്റെ അച്ഛൻ ദേഷ്യത്തോടെ നിൽക്കുമ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, ആകാശിന് ഈ പെണ്ണിനെയാണ് കല്യാണം കഴിക്കാൻ താല്പര്യമെങ്കിൽ ഞങ്ങൾ ഒരക്ഷരം പോലും ഇനി പറയില്ല, ഞങ്ങൾ ഇവിടുന്ന് പൊയ്ക്കോളാം. ആരതിയും പ്രതീക്ഷയോടെ ആകാശിനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അവൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, ആകാശ് ഈ പെണ്ണിനെയാണ് കല്യാണം കഴിക്കാൻ താല്പര്യമെന്ന് ഇവരുടെ മുഖത്തടിക്കുന്നത് പോലെ പറയടാ. ആകാശ് ആരതിയെ നോക്കിയപ്പോൾ അവൾ ശബ്ദം താഴ്ത്തി പറയുകയാണ്, പറ ആകാശ്. അപ്പോൾ ആകാശ് ഇങ്ങനെ സ്റ്റെക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, എന്തായി നോക്കി നിൽക്കുന്നത്? എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടി കണ്ടെത്തിയ പെണ്ണിനെ കല്യാണം കഴിക്കാനാണ് എനിക്ക് താല്പര്യമെന്ന് എല്ലാവരും കേൾക്കെ പറ. ചന്ദ്രികയും സിദ്ധാർത്ഥവും ഒക്കെ ക്യൂരിയോസിറ്റിയോട് കൂടി ആകാശിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ആകാശാണെങ്കിൽ ആരതിയെയും അച്ഛനെയും മാറി മാറി ഭയത്തോടെയാണ് നോക്കുന്നത്. ആരതിയെയും അവന് വേണം, അവൻ്റെ അച്ഛനെയും അവന് വേണം. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവനുള്ളത്. അപ്പോൾ ആരതി വീണ്ടും ബെഗ് ചെയ്യുന്ന രീതിയിൽ അവനെ നോക്കുവാണ്. അവനോട് പറയുന്നുണ്ട്, പറ എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ആകാശ് വീണ്ടും ഒന്നും പറയാതെ നിൽക്കുകയാണ്. ആകാശ് പറ ആകാശ്. ആരതി ശബ്ദം താഴ്ത്തുകയാണ്. അപ്പോൾ പെണ്ണിൻ്റെ അച്ഛൻ ആകാശോട് പറയുന്നുണ്ട്, പറ, എൻ്റെ മകളെയാണ് കല്യാണം കഴിക്കാൻ താല്പര്യം എന്ന് പറ. ആരതി ഒരു ഭാഗത്ത് നിന്ന് കരയുകയാണ്. അതുപോലെ കല്യാണ പെണ്ണും കരഞ്ഞുകൊണ്ട് ആകാശിനോട് പറയുന്നുണ്ട്, എന്നെയാണ് കല്യാണം കഴിക്കാൻ താല്പര്യമുള്ളതെന്ന് പറ ആകാശ്. ആകാശാണെങ്കിൽ ഒന്നും മിണ്ടാതെയാണ് നിൽക്കുന്നത്. വീണ്ടും ആരതി പറയാണ്, ആകാശ് പറ. അവൾ കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആകാശിൻ്റെ അച്ഛൻ പറയാണ്, ആകാശ് ധൈര്യമായിട്ട് പറ. ആകാശ് അവൻ്റെ അച്ഛൻ്റെ മുഖത്തേക്ക് നിസ്സഹായതയോടെ നോക്കുകയാണ്. ആരതിയെ എനിക്ക് ഇഷ്ടമല്ല, ഈ പെണ്ണിനെയാണ് കല്യാണം കഴിക്കാൻ എനിക്ക് താല്പര്യം എന്ന് ധൈര്യത്തോടെ പറയടാ. ആ പെണ്ണും ആകാശിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, എന്നെയാണ് കല്യാണം കഴിക്കാൻ താല്പര്യം എന്ന് പറ ആകാശ്. ആകാശ് ആകെ കൺഫ്യൂഷനായിട്ട് എല്ലാവരെയും നോക്കുവാണ്. സിദ്ധുവും ചന്ദ്രികയും ഉൾപ്പെടെ എല്ലാവരും ആകെ ഒരു ടെൻഷനിലാണ് ഉണ്ടായിരുന്നത്. കാരണം ആ പെൺകുട്ടിയും കരയാണ്, അതുപോലെ തന്നെ ആരതിയും കരയുവാണ്. പക്ഷെ തീർച്ചയായിട്ടും അവർക്ക് ആരതിയുടെ ഭാഗത്തെ നിൽക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആ പെണ്ണ് വീണ്ടും കരഞ്ഞുകൊണ്ട് ആകാശോട് പറയുന്നുണ്ട്, ആകാശ് എന്നെയാണ് കല്യാണം കഴിക്കാൻ താല്പര്യം എന്ന് പറ ആകാശ്. എന്തിനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, പറയടാ ആകാശ്. അവളുടെ അച്ഛനും അത് തന്നെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, പറ ആകാശ്, എൻ്റെ മകളെയാണ് കല്യാണം കഴിക്കാൻ താല്പര്യം എന്ന് പറ ആകാശ്. ആകാശ് കല്യാണ പന്തലിൽ വന്ന് ചുറ്റിലുള്ള എല്ലാവരെയും നോക്കുവാണ്. ആകാശിനോട് ആ പെണ്ണിൻ്റെ അമ്മയും പറയുന്നുണ്ട്, പറ മോനെ, എൻ്റെ മകളെയാണ് കല്യാണം കഴിക്കാൻ താല്പര്യമെന്ന് പറ മോനെ. ആരതി സങ്കടത്തോടെ നിൽക്കുകയാണ്, ആകാശിൻ്റെ മറുപടി എന്തായിരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ പൂജാരി ആകാശിനോട് പറയുന്നുണ്ട്, മുഹൂർത്തത്തിൻ്റെ സമയം കഴിയുന്നതിന് മുമ്പ് എന്താണോ നിങ്ങൾക്ക് നല്ലത് അതിനനുസരിച്ച് ഒരു തീരുമാനമെടുക്കൂ. ആരതി പിന്നീട് ആകാശിനോടൊന്നും പറയുന്നില്ല. അവൾ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ കല്യാണപ്പെണ്ണ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, പറ ആകാശ്, എന്നെ കല്യാണം കഴിക്കുന്നതെന്ന് പറ ആകാശ്. പറ ആകാശ്. ആരതിയും പിറുപിറുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആകാശിൻ്റെ അമ്മയും പറയുന്നുണ്ട്, മോനെ പറ, ആരതിയെ അല്ല ഈ കുട്ടിയാണ് കല്യാണം കഴിക്കാൻ താല്പര്യമുള്ളതെന്ന് പറ. ഇത്രയും ആൾക്കാർ ചോദിക്കുന്നതല്ലേ, നീ ഒന്ന് പറ ആകാശ്. അവൻ്റെ അച്ഛനും ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് പറഞ്ഞു തീർക്ക ആകാശ്. അവൻ്റെ അച്ഛൻ അത് തന്നെ പറഞ്ഞു കൊടുത്തോണ്ടേയിരിക്കുകയാണ്. എടാ, ആരതിയെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, ഈ മണ്ഡപത്തിൽ നിന്ന് അവളോട് ഇറങ്ങിപ്പോവാൻ പറ. എല്ലാവരും ആകാശിൻ്റെ മറുപടിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്.
പുറത്തു നിന്ന് പോലും കല്യാണ പന്തലിൽ വന്ന ആൾക്കാർ പോലും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, ആകാശ് പറ, എന്താ നിന്റെ തീരുമാനം എന്ന് പറ, പറ ആകാശ്. ആരതി വീണ്ടും വീണ്ടും പിറുവിറുത്തോണ്ടേ ഇരിക്കുകയാണ്. അപ്പോഴേക്കും ഒരു സ്ത്രീ എഴുന്നേറ്റ് വന്നിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെ മിണ്ടാതിരുന്നാൽ എങ്ങനെയാ, എന്തെങ്കിലും ഒരു തീരുമാനം പറ ആകാശ്. സിദ്ധുവും ആകാശിനോട് പറയുന്നുണ്ട്, ആകാശ് പറ. അപ്പോഴും ആകാശ് ഒന്നും പറയാതെ ഇരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രികയാണ് പറയുന്നത്, ആകാശിന് ഈ കല്യാണ പെണ്ണിനെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും പേര് ചോദിച്ചിട്ടും ആകാശ് ഒന്നും മിണ്ടാതെ ഇരിക്കുന്നത്. അതാണ് ശരിയെന്നുള്ളത് പോലെ ആകാശം ഇരിക്കുകയാണ്. മനസ്സ് മുഴുവൻ ആരതിയെ വെച്ചുകൊണ്ട് ആകാശിന് ഈ പെണ്ണിൻ്റെ കൂടെ ജീവിക്കാൻ സാധിക്കില്ല. അപ്പോഴേക്കും മഹേന്ദ്രനും ലക്ഷ്മിയും ജാനകിയും മുത്തശ്ശനും ഒക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. അവർക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല, പരിചയമില്ലാത്തൊരു സ്ഥലത്ത് വരുന്നത് പോലെയാണ് അവർ വരുന്നത്. അപ്പോൾ ചന്ദ്രിക ആകാശിനോട് പറയുന്നുണ്ട്, പറ ആകാശ്, നീ ആരതിയുടെ കഴുത്തിൽ താലി കെട്ടണം. കല്യാണ പെണ്ണിൻ്റെ അമ്മ അവളോട് പറയുന്നുണ്ട്, പേടിക്കൊന്നും വേണ്ട, അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന്. അപ്പോഴേക്കും മഹേന്ദ്രനും എല്ലാവരും ആ പന്തലിന് മുന്നിൽ എത്തിയിട്ടുണ്ടായിരുന്നു, മണ്ഡപത്തിന് മുന്നിലായിട്ട്. അപ്പോൾ ആകാശ് അപ്പോഴും ഒന്നും മറുപടി പറയുന്നില്ല. അപ്പോൾ പെണ്ണിൻ്റെ അച്ഛൻ ആകാശിൻ്റെ അച്ഛനോട് പറയാണ്, ഇതെന്താ ഇത്രയും പേരും ചോദിച്ചിട്ടും ആകാശ് ഒന്നും മറുപടി പറയാത്തത്? എൻ്റെ മോളുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നോ ഇത്രയും ധൃതി പിടിച്ച് ഈ കല്യാണം നടത്താൻ നിങ്ങൾ തീരുമാനിച്ചത്? ആകാശിൻ്റെ അച്ഛൻ മറുപടി ഒന്നും പറയാനാവാതെ നിൽക്കുകയാണ്. അപ്പോൾ പെണ്ണിൻ്റെ അച്ഛൻ ആകാശിൻ്റെ അച്ഛനോട് പറയുന്നുണ്ട്, കല്യാണത്തിൻ്റെ മണ്ഡപം വരെ എത്തിയിട്ട് കല്യാണം നടക്കാതെ പോയ എൻ്റെ മോളുടെ ജീവിതം എന്താവും, പറ എന്ന് അയാൾ പറഞ്ഞപ്പോൾ ആകാശിൻ്റെ അച്ഛൻ അവനോട് പറയാണ്, ഏയ് ആകാശ്, എനിക്ക് ആരതിയെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, എനിക്ക് ഈ പെണ്ണിനെയാണ് കല്യാണം കഴിക്കാൻ താല്പര്യമെന്ന് ഇപ്പം നീ പറയുന്നുണ്ടോ ഇല്ലയോ? ആകാശ് ഭയത്തോടെ അച്ഛനെയും അതിനുശേഷം ആരതിയെയും നോക്കുവാണ്. ജാനകിയും മഹേന്ദ്രനും ലക്ഷ്മിയും മുത്തശ്ശനും ഒക്കെ ആകാശിൻ്റെ മറുപടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, നിങ്ങൾ എത്ര പ്രാവശ്യം ചോദിച്ചാലും ആകാശിൻ്റെ വായിൽ നിന്ന് നിങ്ങൾക്ക് മറുപടി കിട്ടുമെന്ന് വിചാരിക്കേണ്ട. എന്തുകൊണ്ടെന്നാ, ആകാശ് ആരതിയെ സത്യസന്ധമായിട്ടാണ് പ്രണയിക്കുന്നത്. അത് കേട്ടതും മുത്തശ്ശനും മഹേന്ദ്രനും ഒക്കെ സന്തോഷത്തോടെ തലയാട്ടുവാണ്. അപ്പോൾ ആകാശ് ഇങ്ങനെ ഭയത്തോടെ ഇരുന്നപ്പോൾ അവൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, ഏയ് ആകാശ്, ഈ കല്യാണം നിന്നു പോയാൽ ഈ കല്യാണ മണ്ഡപത്തിൽ തന്നെ നിൻ്റെ അച്ഛൻ്റെ ശവം നീ കാണുവടാ. അത് കേട്ടതും ആകാശ് പേടിയോടെ വിളിക്കുകയാണ്, അച്ഛാ. പക്ഷേ ബാക്കി എല്ലാവരും ഒരുപോലെ ഷോക്കായിട്ടാണ് നിൽക്കുന്നത്. കാരണം അത്രയേറെ ആകാശിനെ അയാൾ ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. കല്യാണ പെണ്ണ് കരഞ്ഞുകൊണ്ട് ആകാശിനെ നോക്കുവാണ്. അപ്പോൾ ആകാശിൻ്റെ അച്ഛൻ പറയുന്ന, ഏയ് ആകാശ്, നിൻ്റെ അച്ഛൻ മരിക്കണോ വേണ്ടയോ എന്ന് നിനക്ക് തീരുമാനിക്കാം. അയാളുടെ ആ ഭീഷണിക്ക് മുന്നിൽ ആകാശ് തോറ്റു പോവുകയാണ്. ആരതി കരഞ്ഞുകൊണ്ട് നിന്നപ്പോഴും ആകാശ് പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം, ഞാൻ എൻ്റെ അച്ഛൻ കണ്ടെത്തിയ പെണ്ണിനെയാണ് വിവാഹം ചെയ്യാൻ പോകുന്നത്. ആകാശ് കരയുന്ന രീതി കൈകൂപ്പിക്കൊണ്ട് ചന്ദ്രികയോടും ആരതിയോടും സിദ്ധാർത്ഥിനോടും ഒക്കെ ആയിട്ട് പറയുവാണ്. അത് കേട്ട് ചന്ദ്രിക ഉൾപ്പെടെ എല്ലാവരും ഞെട്ടി നിൽക്കുവാണ്. പക്ഷെ തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയായിരുന്നു ആകാശിൻ്റെ അച്ഛനെ ഭയന്നിട്ടാണ് അവൻ അങ്ങനെ സംസാരിക്കുന്നതെന്ന്. അപ്പോൾ ആരതി കരഞ്ഞുകൊണ്ട് ചന്ദ്രികയോട് പറയാണ്, ആകാശ് കള്ളം പറയുവാ. ആ ഒരു അഭിമാനത്തോടെ ആകാശിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, നോക്ക്, എൻ്റെ മോൻ ആരതിയെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞില്ലേ, ഇനി എന്തിനാ ഇവിടെ നിൽക്കുന്നത്, ആദ്യം ഇവിടെ നിന്ന് ഇറങ്ങി പോവാൻ നോക്ക്. എല്ലാവരും നാണം കെട്ട അവസ്ഥയിൽ സങ്കടത്തോടെ നിൽക്കുകയാണ്. അപ്പോൾ ആരതി പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിളിക്കുന്നുണ്ട്, ആകാശ്. ആകാശിനാണെങ്കിൽ സങ്കടം സഹിക്കാനാവുന്നില്ല ആരതി അങ്ങനെ കാണുമ്പോൾ. അപ്പോൾ അവൻ്റെ അച്ഛൻ പൂജാരിയോട് പറയാണ്, സ്വാമി, ഇനി മന്ത്രം ചൊല്ലിട്ട് താലി എടുത്തു കൊടുക്ക്, വേഗം ചെയ്യാൻ നോക്ക്. അപ്പോൾ ആരതി ചന്ദ്രികയോട് പറയുന്നുണ്ട്, ആകാശ് കള്ളം പറയാണ്, അവനെ ഭീഷണിപ്പെടുത്തുന്നത് കൊണ്ടാണ് അവൻ ഇങ്ങനെ സംസാരിക്കുന്നത്. എല്ലാവരും വിഷമത്തോടെ നിൽക്കുവാണ്. കാരണം ആകാശ് വേണ്ടാന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ജാനകി ആരതിയെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, ആരതി, നീ കരയല്ലേ മോളെ, നീ ആരെ വിശ്വസിച്ചിട്ടാണോ ഇങ്ങോട്ടേക്ക് വന്നത്, അവൻ തന്നെ നിന്നെ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിനു ശേഷവും നമ്മളിവിടെ നിൽക്കുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല. ആകാശ് തലതാഴ്ത്തിയിരിക്കുകയാണ്. ആരതിയും കരഞ്ഞുകൊണ്ട് ചന്ദ്രികയും ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു ജാനകിയെ. അപ്പോൾ ജാനകി കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്, ഇങ്ങനെ ഒരു അപമാനവും നാണക്കേടും നിനക്ക് വരരുത് എന്ന് കരുതിയിട്ടാണ് ഞാൻ നിന്നോട് വീട്ടിൽ തന്നെ നിൽക്കാൻ പറഞ്ഞത്. ആരതി കരഞ്ഞുകൊണ്ട് തലയാട്ടുകയാണ്, വരില്ല എന്ന്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, പക്ഷെ നീ ചന്ദ്രികയുടെ സംസാരവും കേട്ടുകൊണ്ട് ഇവിടെ വന്ന് എല്ലാവർക്കും മുന്നിൽ ഞങ്ങളെ അപമാനിച്ചു. എൻ്റെ കൂടെ വാ മോളെ, വാ, നമുക്ക് പോവാം, വാ. അപ്പോൾ ആരതി പറയുന്നുണ്ട്, ഇല്ല അമ്മ, ഞാൻ വരില്ല. ആരതി കരഞ്ഞുകൊണ്ട് ആ കാഴ്ച കാണാൻ അവിടെ തന്നെ നിൽക്കുവാണ്. അപ്പോൾ ആകാശ് പൂജാരി കൊടുത്ത താലിയും കയ്യിൽ പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടെന്ന പോലെ ആരതിയെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും കല്യാണത്തിന് താലി കെട്ടാനുള്ള ആ ഒരു നദസ്വരൊക്കെ മുഴങ്ങുവാണ്. നിർത്താൻ പറ, നിർത്താൻ പറ, നിർത്താൻ പറ. ആരതി ഇങ്ങനെ ചന്ദ്രികയെ കുലുക്കി കുലുക്കി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ആർക്കും ഒന്നും പറയാനാവാത്ത അവസ്ഥയിലാണുള്ളത്. അപ്പോൾ
പെട്ടെന്ന് ചന്ദ്രിക വിളിക്കുന്നുണ്ട്, ആകാശ്. എന്നിട്ട് ആരതിയുടെ കൈ പിടിച്ചുകൊണ്ട് മണ്ഡപത്തിനകത്തേക്ക് കയറുകയാണ്. എന്നിട്ട് ആകാശിനോട് ചോദിക്കുന്നുണ്ട്, ആകാശ്, നീ തീർച്ചയായിട്ടും സത്യസന്ധമായിട്ട് ആരതിയെ പ്രണയിക്കുന്നില്ല എന്ന് അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് പറ ആകാശ്, നിന്റെ മനസ്സിൽ ആരതി ഇല്ലാന്നും നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് പരിചയപ്പെട്ടതും പ്രണയിച്ചതും ഒക്കെ കള്ളമാണെന്നും ഇവളുടെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് പറ. ആകാശ് മറുപടി ഒന്നും പറയാനാവാതെ നിൽക്കുകയാണ്. അവൻ എന്താ ചെയ്യേണ്ടതെന്നറിയാതെ കൺഫ്യൂഷനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചന്ദ്രിക വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, പറ ആകാശ്, നീ ആരതിയെ പ്രണയിച്ചിട്ടില്ലെന്നും അവളുടെ കൂടെ പഴകിയതും ഇടപഴകിയതും ഒക്കെ വെറുതെ ആയിരുന്നു എന്നും അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് പറ. അവൾ നിങ്ങളുടെ മനസ്സിലില്ലാന്ന് പറ. ചന്ദ്രിക വീണ്ടും വീണ്ടും ഇത് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആകാശിൻ്റെ മനസ്സാകെ കൂടെ കൺഫ്യൂഷനായിട്ടുണ്ടായിരുന്നു. എല്ലാവരും ആകാശിൻ്റെ മറുപടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തപ്പോൾ ആകാശ് താലി അവിടെ വെച്ചിട്ട് എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് ആകാശിൻ്റെ അച്ഛൻ്റെ കാൽക്കൽ കിടന്നുകൊണ്ട് അവൻ പറയുന്നുണ്ട്, എനിക്ക് മാപ്പ് താ അച്ഛാ, എനിക്ക് മാപ്പ് താ. എന്താ ആകാശ്, എന്നോട് ക്ഷമിക്കേ. എന്നിട്ട് എഴുന്നേറ്റിട്ട് അവൻ പറയാണ്, എന്നെക്കൊണ്ട് ഈ പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടാൻ സാധിക്കില്ല അച്ഛാ. ആകാശ് അപ്പോഴെങ്കിലും അങ്ങനെ ഒരു തീരുമാനം എടുത്തത് കണ്ടപ്പോൾ ജാനകി ഉൾപ്പെടെ എല്ലാവർക്കും സന്തോഷമാവുകയാണ്. അപ്പോൾ ആകാശ് അവൻ്റെ അച്ഛനോട് പറയുന്നുണ്ട്, ഞാൻ ആരതിയെ പ്രണയിക്കുകയാണ് അച്ഛാ. അത് കേട്ടപ്പോൾ ആരതിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായി. അതുപോലെ തന്നെ ചന്ദ്രികയ്ക്കും സിദ്ധുവിനും ഒക്കെ. ആരതിയുടെ കൂടെ എൻ്റെ വിവാഹം നടത്തിത്താ അച്ഛാ. ആകാശ് കരഞ്ഞുകൊണ്ട് പറയുന്നത് കേട്ടതോ അവൻ്റെ അച്ഛൻ ദേഷ്യത്തോടെ നിൽക്കുകയാണ്. എന്നിട്ട് ആകാശ് ആരതിയെ നോക്കിക്കൊണ്ട് അച്ഛനോട് വീണ്ടും പറയാണ്, അച്ഛന് താല്പര്യമില്ലെങ്കിൽ ഞാൻ ആരതിയെ കല്യാണം കഴിക്കുന്നില്ല അച്ഛാ. പക്ഷേ ആരതിയെ മനസ്സിൽ വെച്ചുകൊണ്ട് എനിക്ക് ഈ പെൺകുട്ടിയുടെ കൂടെ ജീവിക്കാൻ സാധിക്കില്ല അച്ഛാ. അത് കേട്ടതും കല്യാണപ്പെണ്ണ് ആകെ ഞെട്ടി നിൽക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക അഭിമാനത്തോടെയും അവൾ പറഞ്ഞതല്ലേ ശരിയെന്ന അർത്ഥത്തിൽ ആകാശിൻ്റെ അച്ഛനെ നോക്കി നിൽക്കുകയാണ്. ആരതിക്കാണെങ്കിൽ വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. ചന്ദ്രികയെ നോക്കി സർവ്വ ദേഷ്യത്തോടും കൂടി അയാൾ പറയുന്നുണ്ട്, ആരതിയെ കൂട്ടിക്കൊണ്ട് വന്ന് എൻ്റെ മോൻ്റെ മുന്നിൽ നിർത്തിയിട്ട് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ഇമോഷണലായിട്ട് അവനെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട് ഈ കല്യാണം നിർത്താൻ വേണ്ടിയാണോ നീ നോക്കുന്നത്? അതിനൊരു കാരണവശാലും ഞാൻ സമ്മതിക്കില്ല. അയാൾ പറഞ്ഞത് കേട്ടപ്പോഴും വീണ്ടും എല്ലാവർക്കും ടെൻഷൻ ആവുകയാണ്. അപ്പോൾ ആകാശിനോട് അയാൾ പറയുന്നുണ്ട്, ആകാശ്, ഈ പെണ്ണിൻ്റെ കഴുത്തിൽ തന്നെ നീ താലി കെട്ടണം. എല്ലാവരും സങ്കടത്തോടെ നിൽക്കുകയാണ്. അപ്പോൾ ആകാശ് വീണ്ടും അവൻ്റെ അച്ഛൻ്റെ കാൽക്കലൊക്കെ കിടന്നുകൊണ്ട് പറയുന്നുണ്ട്, അച്ഛാ, അച്ഛാ പ്ലീസ് അച്ഛാ, എനിക്ക് കല്യാണം വേണ്ട അച്ഛാ. അച്ഛാ പറഞ്ഞ കേക്കച്ചാ, എനിക്ക് കല്യാണം വേണ്ട അച്ഛാ. ഞാൻ ആരതിയാണ് അച്ഛാ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്. അച്ഛാ പ്ലീസ് അച്ഛാ, പ്ലീസ് അച്ഛാ. ആകാശ് ഇങ്ങനെ അച്ഛൻ്റെ കാൽക്കൽ കിടന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എഴുന്നേക്കടാ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ അച്ഛൻ അവനെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. പറഞ്ഞല്ലേ നീ, പറഞ്ഞല്ലേ എന്നും പറഞ്ഞിട്ട് ആകാശിൻ്റെ ചെകിട്ടത്ത് നോക്കി അയാൾ പൊട്ടിച്ചു കൊടുക്കുവാണ്. അത് കണ്ടതും എല്ലാവരും ഞെട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം അയാൾ ആകാശിനെ തല്ലുന്ന ആരും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പം അയാൾ പറയുന്നുണ്ട്, എല്ലാവർക്കും മുന്നിൽ എന്നെ നാണം കെടുത്താനാണോ നീ തീരുമാനിച്ചത്? മര്യാദയ്ക്ക് ഞാൻ കണ്ടുപിടിച്ച ഈ പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ടാൻ നോക്ക്. അപ്പോൾ ആരതി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പാടില്ല എന്നുള്ള അർത്ഥത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ വീണ്ടും അവനോട് പറയുകയാണ്, നിന്നോടാ പറഞ്ഞത് താലി കെട്ടാൻ. അപ്പോഴേക്കും സിദ്ധാർത്ഥിൻ്റെ കൺട്രോൾ പോയിട്ടുണ്ടായിരുന്നു. സിദ്ധാർത്ഥ് അങ്ങോട്ടേക്ക് പോവുകയാണ്. അച്ഛാ പ്ലീസ് അച്ഛാ, പറഞ്ഞാൽ കേക്കച്ചാ. ആകാശ് വീണ്ടും വീണ്ടും യാചിക്കുകയാണ്. അപ്പോഴേക്കും സിദ്ധു വന്നിട്ട് പറയുന്നുണ്ട്, അയാൾ വീണ്ടും ആകാശിനെ തല്ലാൻ വേണ്ടി കയ്യോങ്ങിയപ്പോഴേക്കും സിദ്ധു പറയാണ്, നിർത്ത്, എന്താ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? ഇനി ഒരു പ്രാവശ്യം കൂടി നിങ്ങൾ ആകാശിനെ തല്ലിക്കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്നതേ വേറെ. നിങ്ങൾ കണ്ടെത്തിയ പെണ്ണിനെ കല്യാണം കഴിക്കാൻ അവന് താല്പര്യമില്ലെന്ന് അവൻ പറഞ്ഞില്ലേ? ആരതിയാണ് അവൻ ഇഷ്ടമെന്നും അവൻ പറഞ്ഞില്ലേ? പിന്നെന്താ? പ്രണയിക്കുന്നവർ ഒന്നിക്കാൻ വിടാതെ എന്താ നിങ്ങൾക്ക് അതിന് മാത്രം പ്രശ്നമുള്ളത്? അപ്പോൾ അവൻ്റെ അച്ഛൻ ദേഷ്യത്തോടെ സിദ്ധാർത്ഥിനോട് പറയുന്നുണ്ട്, ആകാശ് എൻ്റെ മകനാണ്, അവൻ ആരെ കല്യാണം നടത്തിക്കണമെന്ന് എനിക്കറിയാം. അപ്പോൾ സിദ്ധുവും വിട്ടുകൊടുക്കുന്നില്ല. ഹലോ, അവൻ ചെറിയ കുട്ടിയൊന്നുമല്ല. ഏതാ ശരിയെന്നും ഏതാ തെറ്റെന്നും അവനും നന്നായിട്ടറിയാം. എല്ലാവർക്കും മുന്നിൽ അപമാനത്തോടെ നിൽക്കേണ്ടി വരുന്ന ഒരു ഗതികേടോർത്ത് നിൽക്കുകയാണ് അയാൾ. അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, അല്ല, എല്ലാവർക്കും മുന്നിൽ വെച്ചിട്ട് അവൻ ആരതിയെ പ്രണയിക്കുന്നു എന്ന് അവൻ പറഞ്ഞില്ലേ? അതുകൊണ്ട് അവരെ രണ്ടുപേരെയും ചേർത്ത് വെക്കാൻ നോക്ക്. അപ്പോഴേക്കും ആകാശിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, നിൻ്റെ അച്ഛൻ വളരെയധികം വൃത്തികെട്ട ഒരുത്തനാണ്. അത് കേട്ടപ്പോൾ മറുത്തൊന്നും പറയാനാവാതെ സിദ്ധാർത്ഥും ആരതിയൊക്കെ തലതാഴ്ത്തി നിൽക്കുകയാണ്, ഒപ്പം ജാനകിയും. അപ്പോൾ ആകാശിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, അങ്ങനെയുള്ള ഒരുത്തൻ്റെ മകൾക്ക് എൻ്റെ മകനെ കല്യാണം നടത്തിക്കാനാണോ നീ പറയുന്നത്? വാസു കാരണം അപമാനത്തോടെ നിൽക്കേണ്ടി വരുന്നതിൻ്റെ ഗതികേടിലാണ് എല്ലാവരും ഉള്ളത്. അപ്പോൾ ആകാശിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, നിൻ്റെ അച്ഛൻ്റെ സ്വഭാവമല്ലേ നിൻ്റെ അയാളുടെ മകൾക്കും ഉണ്ടാവുള്ളൂ. മറുത്തൊന്നും പറയാനാവാതെ നിൽക്കുകയാണ് സിദ്ധുവും ആരതിയൊക്കെ. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് എൻ്റെ മകന് ഞാൻ മരുമകളെ കണ്ടെത്താൻ തീരുമാനിച്ചിട്ടില്ല. എനിക്ക് അങ്ങനെ ഒരു പെണ്ണിനെയും വേണ്ട. അയാളുടെ തീരുമാനം ഉറച്ചതായിരുന്നു. അയാൾ പറയുന്നുണ്ട്, നിൻ്റെ പെങ്ങൾക്ക് നല്ല സ്ഥലത്ത് നിന്നും ഒരു കല്യാണാലോചന വേണമെന്ന് നീ വിചാരിക്കുന്നു. അതുപോലെ തന്നെയല്ലേ ഞാനും കരുതുന്നത്. അപ്പോഴേക്കും കുറച്ച് പോലീസുകാർ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു.
അപ്പോഴേക്കും അവർ നേരെ മഹേന്ദ്രൻ്റെ അടുത്തേക്കാണ് വരുന്നത്. വരൂ സർ വരൂ. കല്യാണ ചെക്കൻ തന്നെ ഈ കല്യാണത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവൻ്റെ അച്ഛൻ ഈ കല്യാണത്തിന് നിർബന്ധിക്കുകയാണ് സർ. ആ പയ്യൻ ഞങ്ങളുടെ ആരതിയെ പ്രണയിക്കുകയാണ് സർ. എല്ലാവർക്കും മുന്നിൽ വെച്ചിട്ടും അവൻ ആരതിയെ പ്രണയിക്കുന്നു എന്ന് പറയുകയും ചെയ്തു സർ. പക്ഷേ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവൻ്റെ അച്ഛൻ സമ്മതിക്കുന്നില്ല സർ. അപ്പോൾ ആകെ ഇതായിട്ട് നിൽക്കുകയാണ് ആകാശിൻ്റെ അച്ഛനും അമ്മയൊക്കെ. അപ്പോൾ പോലീസുകാരൻ പോയിട്ട് പറയുന്നുണ്ട്, പയ്യൻ്റെ അമ്മയും അച്ഛനും ഇങ്ങോട്ടേക്ക് വാ. അവൻ്റെ അച്ഛനും അമ്മയും താഴേക്ക് ഇറങ്ങി വരികയാണ്. എന്നിട്ട് അയാളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ മകൻ ഈ കല്യാണത്തിന് ഒട്ടും താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടും എന്തിനാണ് നിങ്ങളിങ്ങനെ നിർബന്ധിച്ച് അയാളെ കൊണ്ട് ഈ വിവാഹം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്? അപ്പോൾ ആകാശിൻ്റെ അച്ഛൻ പറയാണ്, സർ അത് എൻ്റെ മകനാണ്. എൻ്റെ മകനെ ഏത് പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. ഈ ആരതിയെ എൻ്റെ മരുമകളാക്കാൻ വേണ്ടി എനിക്ക് ഒട്ടും താല്പര്യമില്ല സർ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവളുടെ അച്ഛൻ തീരെ ശരിയല്ല. അച്ഛൻ്റെ സ്വഭാവം ശരിയല്ലാത്ത പെൺകുട്ടിയെ എൻ്റെ മകന് കല്യാണം നടത്തി കൊടുക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല സർ. അയാൾ അത് പറയുമ്പോൾ മാത്രം ആർക്കും മറുപടിയൊന്നും പറയാനുണ്ടായിരുന്നില്ല. അപ്പോൾ പോലീസുകാരൻ അയാളോട് ചോദിക്കുന്നുണ്ട്, ഹലോ സർ, നിങ്ങളെ കാണുമ്പോൾ അത്യാവശ്യം പഠിപ്പും വിവരമുള്ള ആളെ പോലെ തോന്നുന്നുണ്ടല്ലോ, എന്നിട്ടും എന്തെങ്ങനെ വിവരമില്ലാതെ സംസാരിക്കുന്നത്? അയാൾ മറുപടിയൊന്നും പറയാതെ നിന്നപ്പോൾ പോലീസുകാരൻ പറയുന്നുണ്ട്, സ്വന്തം മകനാണെങ്കിൽ പോലും അയാൾക്ക് താല്പര്യമില്ലാതെ നിർബന്ധിച്ചിട്ട് കല്യാണം നടത്താനൊന്നും നിങ്ങൾക്ക് സാധിക്കില്ല. അതൊന്നും സാറിന് അറിയില്ലേ? ആരതിയെ കല്യാണം കഴിക്കാനാണ് താല്പര്യമെന്ന് ആ പയ്യൻ പറഞ്ഞു കഴിഞ്ഞില്ലേ? അവരുടെ രണ്ടുപേരുടെ വിവാഹം നടത്തി കൊടുക്കാൻ നോക്ക്. അത് കേട്ടതും എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുകയാണ്. അപ്പോൾ പെണ്ണിൻ്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട് പോലീസുകാരനോട്, ആരതിക്ക് ആ പയ്യനെ കല്യാണം നടത്തി കൊടുത്താൽ പിന്നെ എൻ്റെ മോളുടെ അവസ്ഥ എന്താവും സർ? കല്യാണ മണ്ഡപത്തിൽ വരെ എത്തിയിട്ട് കല്യാണം നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മോളെ ആര് വിവാഹം കഴിക്കും? അത് കേട്ടതും ആരതി ചന്ദ്രികയെ നോക്കുവാണ് എന്ത് ചെയ്യുന്നു. അപ്പോൾ ചന്ദ്രിക കണ്ണുകൊണ്ട് പറയുന്നുണ്ട്, പേടിക്കേണ്ടത്. പെണ്ണിൻ്റെ അച്ഛൻ പോലീസുകാരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ തന്നെ പറ സർ, ഈ കല്യാണം നടന്നില്ലെങ്കിൽ എൻ്റെ മോളുടെ ഗതികേട് എന്തായിരിക്കും എന്നുള്ളത്. അപ്പോൾ ആകാശിൻ്റെ അച്ഛൻ പറയാണ്, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഈ കല്യാണം തന്നെയേ നടക്കുള്ളൂ. അത് കേട്ടതും ആരതി വീണ്ടും സങ്കടത്തോടെ നിൽക്കുവാണ്. അയാൾ വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് കേട്ടപ്പോൾ എല്ലാവരും ആകെ ഞെട്ടി നിൽക്കുകയാണ്. ആരതി ഭയത്തോടെ ചന്ദ്രികയെ വീണ്ടും നോക്കുന്നുണ്ട്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.